കാശിനാഥൻ IPS. രചന മാധവി മാധു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. റോഡിൽ ആ കാലിലൂടെ ചോര പടർന്നു. അവളൊരു അഭയത്തിനായി ചുറ്റും നോക്കി. ആരും തന്നെ ഇല്ല. എടേ കയറ്. തന്റെ മുമ്പിൽ റോയൽ എൻഫീൽഡ് ബൈക്ക് ഇരച്ചു വന്നിരുന്നും ആജ്ഞയെ ഒരുമിച്ചായിരുന്നു. കണ്ണുകൾ ഉയർത്തി നോക്കി. കാശിനാഥൻ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ വേണ്ടെന്ന് തലയനക്കി. അവൻ അവളിലേക്ക് അവളുടെ കാലുകളിലേക്ക് മാറി മാറി നോക്കി. ഇട്ടിരിക്കുന്ന ചെരുപ്പ് തുളച്ച് ആണി കയറിയിട്ടുണ്ട്. ചോര റോഡാകെ നിറഞ്ഞ് തളം കെട്ടി. അവനവളെ രൂക്ഷമായി നോക്കി. അവൾ ഞെട്ടി അവനെ നോക്കി. കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. വേദന കാലിൽ മാത്രമല്ലെന്ന് തോന്നി. അവനവളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു. അവൾ തടയുന്നതിനായി കൈകൾ പിൻവലിച്ചപ്പോൾ അവനവളെ രൂക്ഷമായി നോക്കി. നീയായിട്ട് കയറിയ കുഴപ്പമില്ല, ഞാനായിട്ട് നിന്നെ കയറ്റരുത്. അവനെ താക്കീത് കലർന്ന ശബ്ദം അവളെ ഭയത്തിലാഴ്ത്തി. അവൾ അവന്റെ പുറകിൽ കയറി. ബൈക്ക് വലിയ ശബ്ദത്തോടെ മുന്നോട്ട് കുതിച്ചു. ബൈക്ക് മുന്നോട്ട് പോകുന്തോറും അവളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. അതൊരിക്കലും അവനെയായിരുന്നില്ല ഭയം. ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരുമിച്ചൊരു ബൈക്കിൽ കണ്ടാൽ പലതും പറഞ്ഞടക്കുന്ന സദാചാര നാട്ടുകാരെയാണ്. അപ്പോൾ ഈ നാട് കണ്ട ഏറ്റവും വലിയ താന്തോന്നിയുടെ കൂടെ ഒരു ബൈക്കിൽ കയറിയുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഒറ്റത്തടിയായിട്ടാണ് ജീവിക്കുന്നത്. അച്ഛനും അമ്മയും ആരുമില്ല. ഈ നാട്ടിൽ വരുമ്പോൾ ഇയാളുടെ അമ്മയുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയും മരിച്ചു. പിന്നെ എന്തൊക്കെയോ പണിയും മറ്റും ചെയ്ത് ജീവിക്കുന്നു. പെയിന്റിങ്, JCB ഓടിക്കൽ, പിന്നെ കുറച്ചാൾ ഒരു ആനയെ നോക്കാൻ പാപ്പാനായിട്ട് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും പേടിയാണ് ഈ കാശിനാഥനെ. ഒന്ന് കണ്ടാൽ രണ്ടാമത് തല്ലാണ്. പണി ചെയ്ത് കിട്ടുന്ന പൈസ കടിയും കുടിയും പെണ്ണുപിടിയും. നാട്ടിൽ പേര് കേട്ടൊരു ചേച്ചിയുണ്ട്, ശാന്ത. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഇയാൾ ആ ചേച്ചിയുടെ വീട്ടിൽ വരുന്നോ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ദൃഷ്ടി പതിഞ്ഞാൽ പിഴച്ചവളെന്ന പേര് വീഴും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോഴും കാലുകളിൽ ഒരുതരം മരവിപ്പാണ്. കാലുകൾ ഉണ്ടെന്ന് പോലും തോന്നില്ല. ഞാനിവിടെ ചേച്ചിയെന്ന് സംഭാവന ചെയ്ത് മറ്റൊന്നും കൊണ്ടല്ല. ഈ നാട്ടിൽ അവർക്കും ജീവിക്കാൻ അധികാരമുണ്ട്. ചിലർക്കെങ്കിലും തോന്നാം എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ ചേച്ചിയെന്ന് വിളിക്കുന്നതെന്ന്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മടിക്കുത്തഴിക്കുന്നവരെ വേശ്യായെന്നും, രാത്രി അവിടെ അടുത്തേക്ക് സുഖത്തിനായി വരുന്നവരെ വെളിച്ചത്തിൽ മാന്യെന്നും വിളിക്കുന്നു. ഓരോ രാത്രി അവരെ പോലെയുള്ള കുറെ മക്കളുടെ എല്ലാവിധ ചേഷ്ടകളും അനുഭവിക്കുന്നതിന് അവരെ ചേച്ചിയെന്ന് അഭിസംബോധന ചെയ്താൽ പോരാ. ആൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി. തലമുടി അലസമായി ഇട്ടിരിക്കുന്നു. കുഞ്ഞ് കാപ്പിപ്പൊടി കണ്ണുകൾ. താടി അലസമായി വളർത്തിയിട്ടുണ്ട്. കറുത്ത ഒരു ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ടിന്റെ ബട്ടൺസ് രണ്ടെണ്ണം അഴിച്ചാണ് ഇട്ടിരിക്കുന്നത്. രോമാവൃതമായ നെഞ്ചിലൂടെ അവന്റെ നെഞ്ചിലെ കാശിനാഥന്റെ ടാറ്റു കാണാം. കറുത്ത ചരടിൽ കെട്ടിയിരിക്കുന്ന രുദ്രാക്ഷം ഷർട്ടിനിടയിലൂടെ പുറത്തേക്ക് വന്ന് കിടപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ അവനടിച്ച പെർഫ്യൂമിന്റെയും അവന്റെ വിയർപ്പിന്റെയും ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോൾ അവൾ അവന്റെ പുറത്തേക്ക് ചാഞ്ഞിരുന്നു. ആർക്ക് വായു വിളിക്കാൻ വാങ്ങിക്കാൻ കെട്ടിടുക്കട പനം മക്കളെ. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ആരോ വണ്ടിക്ക് തടസ്സമുണ്ടായിക്കൊണ്ട് മറ്റൊരു വണ്ടി നിൽക്കുന്നു. കവലിയിലേക്ക് തിരിയുന്ന വളവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നാൽ വണ്ടികൾ കൂട്ടുമുട്ടും. കൂടാതെ രണ്ടു കൂട്ടിന് ഹോൺ അടിച്ചില്ല. വണ്ടി മാറ്റാ. കാശി അലറി. അവന്റെ അലർച്ചയിൽ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവന്റെ തോളിലമർന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ തലയിരിച്ച് അവളോട് ചോദിച്ചു. അവളില്ലെന്ന് തലയനക്കി. ചുറ്റും നോക്കി. എല്ലാവരും തങ്ങളെ തന്നെ നോക്കുവാണ്. എന്തോ ഒതുക്കിയിട്ട പോലെ. ചായക്കൊപ്പം കുറിക്കാൻ കിട്ടിയ പുതിയ ചൂടുള്ള പലഹാരം പോലെ. അതിന് മാറ്റുകൂട്ടാനെന്നോണം എന്റെ കാലിലൂടെ ഒഴുകുന്ന രക്തവും അതിന് ധാരാളമായിരുന്ന ആൾക്കാർക്ക്. ബൈക്ക് വീണ്ടും മുന്നോട്ട് ചലിച്ചു. അവൾ തലതാഴ്ത്തിയിരുന്നു. ചിലരുടെ മുഖത്ത് കാമത്താൽ നിറഞ്ഞ സന്തോഷം, അവന്റെ യോഗം എന്ന പോലെ. മറ്റു ചിലരിൽ സഹതാപം, നിനക്ക് ഇവനെയാണോ മോളെ കിട്ടിയെന്ന പോലെ. മറ്റു ചിലരിൽ പുച്ഛം. കാഴ്ചകൾ മങ്ങുന്ന പോലെ തോന്നുന്നു. കൈകൾ അയയുന്നു. തല അവന്റെ തോളിലേക്ക് ചേർത്ത് അവന്റെ വരൽ വട്ടം ചുറ്റി പിടിച്ചു. ബൈക്ക് നിർത്തിയ പോലെ തോന്നി. കണ്ണുകൾ അടഞ്ഞു. കാഴ്ച മറഞ്ഞു. ട്രിപ്പിട്ട് വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്നവളെ നോക്കി അടുത്ത് തന്നെ ഇരുന്നു കാശിനാഥൻ. ഇന്നലെ ഉച്ചയായപ്പോൾ കൊണ്ടുവന്നാണ്. ചോര കുറെ പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടാതെ ഫുഡ് കഴിക്കാത്ത കൊണ്ട് പെട്ടെന്ന് തലയിറങ്ങി വീണാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. മരുന്നിന്റെ മയക്കത്തിലാണ് പെണ്ണ്. കാല് വേദനിക്കുമ്പോൾ മുഖം ചുളിക്കുന്നവൻ അത്ഭുതത്തോടെ നോക്കി. കവിളുകളിൽ തെളിയുന്ന നുണക്കുഴികളെ നോക്കി. നേഴ്സ് വന്ന് മരുന്ന് വാങ്ങാൻ കുറിപ്പ് വന്നിട്ട് പോയി. സന്തോഷത്തോടെ തന്നെ അത് വാങ്ങി. ഇങ്ങനെ വാങ്ങി നൽകാനോ കൂട്ടിരിക്കാനോ ആരുമില്ലാത്തൊരുവന് ഒരു ദിവസത്തേക്ക് ദൈവം നൽകിയ വരം പോലെ തോന്നി അവന്. മരുന്ന് വാങ്ങാൻ ഫാർമസിയിലേക്ക് പോകുന്ന നേരം അവൻ അവളെ കുറിച്ച് ചിന്തിച്ചു. ചുരിദാറുമിട്ട് നട്ടുച്ച വെയിലത്ത് നിൽക്കുന്ന കണ്ടാണ് വണ്ടി നിർത്തിയത്. കാലുകളിൽ നിന്നൊഴുകുന്ന ചോര കണ്ടപ്പോൾ മറ്റൊന്നാണ് കരുതിയത്. പക്ഷേ കാല് തുളച്ച് കയറി ആണി കണ്ടപ്പോൾ തന്നെ കയറാൻ പറഞ്ഞു. അവൾ ഷർട്ടിൽ പിടിച്ച് ചേർന്നിരിക്കുമ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി. അവളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമാണ് കരുതിയത്. കാവലിലെത്തിയപ്പോൾ കണ്ടു തങ്ങളെ സംശയത്തോടെ നോക്കുന്ന കണ്ണുകളെ. ആരെയും മനഃപൂർവ്വം നോക്കിയില്ല. അല്ലെങ്കിലേ കള്ളും കഞ്ചാവും അടിയും പെണ്ണും പിടിയും. അങ്ങനെ എനിക്ക് നാട്ടിലില്ലാത്ത പേരുകൾ വേറെ ഇല്ല. എന്തോ എന്നെ പറ്റി ഞാൻ തന്നെ ഓർത്തപ്പോ അവളെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് തോന്നി. നാളെ ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം പോകരുതെന്ന് തോന്നി. കള്ളുടിക്കും, അടിയുണ്ടാക്കും. പെണ്ണ് കിടന്നിരുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനൊരു മനുഷ്യനാണ്. വികാരവും വിചാരമുള്ള ഒരു സാധാ മനുഷ്യൻ. ചെറുപ്പം മുതൽ അനാഥനായി വളരുന്ന ഒരാണിന് വഴിതെറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ തന്നെയുണ്ട്.
ശ്വാസിക്കാൻ ഉറ്റവരുള്ളവർ പോലും വഴിതെറ്റിപ്പോകുന്നു. അപ്പൊ ആരുമില്ലാത്ത ഒരാളുടെ കാര്യം പറയണോ? ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആളുടെ പേര് പോലും അറിയില്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ബാഗ് നോക്കിയപ്പോൾ കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പേര് കണ്ടെത്തി, രുദ്രിത. മരുന്നുകൾ വാങ്ങി മുറിയിലേക്ക് പോയി. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ മയക്കം വിട്ട് എഴുന്നേറ്റിരുന്നു. അവൻ മരുന്ന് മേശമേൽ വെച്ച് കസേരയിൽ വന്നിരുന്നു. ആൾ അവനായി ഒരു പുഞ്ചിരി നൽകിയെങ്കിലും അവന്റെ മുഖത്ത് ദേഷ്യം മാത്രമായിരുന്നു. അവന്റെ ദേഷ്യം കണ്ടപ്പോൾ അവളിൽ ഭയന്ന് വിളിച്ചു, എന്റെ പേര് രുദ്രിത, ഫോണും തരുമോ, വീട്ടിലേക്ക് വിളിക്കാനാ. അവൾ തന്നെ മൗനം കീറിമുടി സംസാരിച്ചു. അവനവളെ നോക്കി. എന്റെ ഫോൺ വീട്ടിലാ, ഇന്നലെ അവിടെ വെച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നലെയോ? അവൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കിടന്നാ നീ, ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞു. ആരും അന്വേഷിച്ചു വന്നില്ലേ? ഇടറിയ ശബ്ദത്തോടെ ചോദിക്കുന്ന അവളിൽ അവനവിടെ അനാഥത്വം കാണുകയായിരുന്നു. നീ ആരാണെന്നോ നിന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. നിനക്ക് വീടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാം, ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ. ആ മരുന്ന് അവിടെ വെച്ച് ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി. കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തതിനാൽ അവൻ തന്നെ അവളെ താങ്ങി. ഒരു നോട്ടം കൊണ്ടുപോലും അവളെ അവമതിക്കാതെ അവളെ സംരക്ഷിച്ച് ബൈക്കിൽ അവനെ പിടിച്ചിരിക്കുമ്പോഴും അവളുടെ ഉള്ളം പിടഞ്ഞു. അവൾ കൂടെയുള്ളതിനാൽ അവൻ പതിയെ വണ്ടി ഓടിച്ചു. കവലയിൽ എത്തിയപ്പോൾ കേട്ടു എല്ലാവരുടെയും കൂവിളിയും അടക്കി പിടിച്ചുള്ള സംസാരവും. അവൾ തലതാഴ്ത്തിയിരുന്നു എന്നല്ലാതെ ആരെയും നോക്കിയില്ല. കവല കഴിഞ്ഞു ആണി കാൽ കയറിയ സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിന്നു. കണ്ണുകൾ ഉയർത്തി നോക്കി. എവിടെയാ വീട്? മഹാദേവ ക്ഷേത്രല്ലേ, അതിന്റെ സൈഡിലെ വഴിയിലൂടെ പോകുമ്പോ. ബാക്കി കേൾക്കാൻ നിൽക്കാതെ വണ്ടി എടുത്തു. ക്ഷേത്രം കഴിഞ്ഞ് വണ്ടി നിന്നു. കുമാരമാഷിന്റെ മോള, ഇവിടുന്ന് 5ാമത്തെ വീട്. ഒന്നും മിണ്ടാതെ വീണ്ടും വണ്ടി മുന്നിലേക്ക് പോയി. വണ്ടി മുന്നോട്ട് പോകും തോറും അവൾക്ക് കൈയും കാലും വിറക്കുന്ന പോലെ തോന്നി. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞു വീടിന്റെ മുറ്റത്ത് വണ്ടി വന്ന് നിന്നു. അവളെ അവൻ ഇറക്കി. അവളുടെ ബാഗ് അവളെ ഏൽപ്പിച്ചു. വണ്ടി തിരിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഗാംഭീര്യമുള്ള സ്ത്രീ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. നൈറ്റിട്ട് നിൽക്കുന്ന ഭദ്രകാളി. നൈറ്റി ഒന്ന് പൊക്കി ഇടുപ്പിൽ കുത്തി. ഇടത് കൈയിലെ കുറ്റിച്ചൂല് വലത് കൈയിലേക്ക് മാറ്റി പിടിച്ചവർ വീടിന്റെ പടിയിറങ്ങി വന്നു. അത് കണ്ടിട്ട് രുദ്ര പുറയിലേക്ക് മാറി. ആരവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് തള്ളി. കാലുകളിലെ വേദനയും നീറ്റലും കൊണ്ട് അവൾ നിലത്തേക്ക് വീണു. നിനക്ക് മതിയായെങ്കിലേ ഈ പഴച്ച സാധനത്തിനെ കൊണ്ടുപോയി കൊന്നേക്കണം, ഇവിടെ കൊണ്ടുവന്നിട്ടേക്കരുത്. ഇവൾക്ക് ഇവിടെ ആരുമില്ല, ഉണ്ടായിരുന്നൊരു പരട്ട കിളവനാ, അങ്ങേര് പരലോകത്തേക്ക് പോയി. ഇനി നിനക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും കൂട്ടിക്കൊടുത്തോ, നല്ല പൈസ കിട്ടുമെങ്കിൽ ഞാനും കൂടാ കച്ചവടത്തിന്. ആൾ നോയി പുച്ഛിച്ച് പറഞ്ഞു. മുറ്റത്തേക്ക് കാർക്കിച്ച് തുപ്പി. അവനവരുടെ വാക്കുകൾക്ക് ചെവിയെടുക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുത്തു. ചെറിയമ്മേ വേണ്ട. അവന്റെ ബൈക്കിന്റെ ശബ്ദത്തെ പോലും മറികടന്ന് അവളുടെ ശബ്ദം അവന്റെ കാതിൽ പതിച്ചു. അവൻ വണ്ടി നിർത്തി കണ്ണാടിയിലൂടെ നോക്കി. അവർ കൈകളുടെ ചൂലും കൊണ്ട് അവളെ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട്. അവൾ മുറ്റത്ത് കിടന്ന് ഉള്ളുന്നു. കൈകൾ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരവളെ വീണ്ടും വീണ്ടും തല്ലുന്നു. അവൻ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. അവരുടെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി. അവളുടെ കാലിൽ നിന്നും കയ്യിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ട്. ഒന്നും ഞെരങ്ങിക്കൊണ്ട് അവിടെ കിടന്നല്ലാതെ അവൾ എഴുന്നേറ്റില്ല. ഡാ ഞാരെ മോനെ, എന്റെ കൈ തടയുന്നു നീ! അവർ ആക്രോശിച്ചുകൊണ്ട് അവനിലേക്ക് ഓടിയെടുത്തു. അവനെ പിടിച്ച് തിരിച്ച് അവന്റെ മുഖത്തേക്ക് കൈകൾ വീശി. അവൻ അവരുടെ കൈകളെ തടഞ്ഞ് കുടഞ്ഞെറിഞ്ഞു. ഏതാളെ കണ്ടും കേട്ടും മിണ്ടാക്കാൻ ഞാൻ നിങ്ങളെ തന്തയൊന്നുമല്ല. എന്റെ മേത്തെങ്ങാനും തൊട്ടാ പെണ്ണ നല്ല പ്രായമുണ്ടെന്ന് നോക്കില്ല കാശി, പച്ചക്ക് കത്തിക്കും. അവന്റെ കണ്ണിലെ ദേഷ്യവും അവർ നേരെ ചൂണ്ടിയ വിരലും കണ്ടപ്പോൾ അവർ പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. നേരെ നിൽക്കാൻ പോലും പറ്റാതെ അവളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവന്റെ നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ള അവളെ അവൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവനൊരു അഭയത്തിനായി ചുറ്റിപ്പിടിക്കാൻ പോലും അവളുടെ കൈകൾക്ക് ശേഷിയില്ലായിരുന്നു. മുറ്റം കടന്ന് ഒരു സൈക്കിൾ വന്ന് നിന്നു. അതിൽ നിന്നും 15 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നു. അമ്മേ എന്താ? അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ നേരെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. കാശിനാഥൻ? അവൾ അറിയാതെ പറഞ്ഞുപോയി. അവളവനെ നെഞ്ചോട് ചേർന്നെടുക്കുന്ന തന്റെ കുഞ്ഞേച്ചിയെ നോക്കി. കാലിൽ നിന്നും കയ്യിൽ നിന്നും ചോര, ചുണ്ടുമുഖം എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. ആൾ രുദ്രയുടെ അടുത്തേക്ക് നടക്കാനാഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ച് അവർ പുറകിലേക്ക് നീക്കി നിർത്തി. ഒരു രാത്രി മുഴുവൻ കണ്ട പെണ്ണുപിടി എന്റെ കൂടെ കിടന്നവളാ. അവന്റെ അവളെ നോട്ടം കിട്ടിയ എന്റെ മോള് പിഴക്കും, അകത്തേക്ക് കയറിപ്പോ. അവർ ശാന്തമായാണ് പറഞ്ഞെങ്കിലും വാക്കുകളിൽ അവജ്ഞയുണ്ടായിരുന്നു. രുദ്ര അവന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി കണ്ണുകൾ വലിച്ചു തുറന്നു. വാവേ, കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തില്ലടാ. കണ്ണുകളിലെ കണ്ണുനീരിനൊപ്പം ചോര കൂടി കവിളിലൂടെ ഒലിച്ചിറങ്ങി. അകത്തേക്ക് കയറിപ്പോവാൻ പറഞ്ഞാൽ ചെയ്തോണം. അവരുടെ ശബ്ദമുയർന്നപ്പോൾ അവൾ അകത്തേക്ക് ഓടി. രുദ്ര പേടിച്ച് അവനിലേക്ക് ചേർന്നു. അവൻ അവരെ നോക്കാതെ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. അവനെ അവളെയും മറികടന്ന് അകത്തേക്ക് കയറി. അവൻ അവളെ ഇറയത്തിരുത്തി. അകത്തേക്ക് കയറിയപ്പോൾ അവരൊരു കെട്ട് ഫയൽ കൊണ്ടുവന്ന് ഇറയത്തേക്ക് എറിഞ്ഞു. നിന്റെ എല്ലാ രേഖകളുണ്ട്, ഇപ്പൊ ഇറങ്ങിക്കോണം. ഇവിടെ മാനമര്യാദയോട് കൂടി എനിക്കും എന്റെ മോൾക്കും ജീവിക്കണം. കണ്ടന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളെയൊന്നേ കുടുംബത്തിൽ കയറ്റത്തില്ല. അവളെ തല്ലാനായി കൈയോങ്ങി അവരുടെ കൈകൾ പിടിച്ച് അവൻ എറിഞ്ഞു. ഞാൻ പേടിപ്പിച്ചതാണെങ്കിൽ ഞാൻ സംരക്ഷിച്ചോളാം അവളെ. ഞാൻ തിന്നതിന്റെ ബാക്കി വേറെ ആരെങ്കിലും ചവിട്ടി മതിക്കാൻ വന്നാ. അവരുടെ നേരെ കൈകൾ ചൂണ്ടി അവൻ അവർക്ക് താക്കി നൽകി. രുദ്രയെ എഴുന്നേൽപ്പിച്ചു. നിനക്ക് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്. അവൻ അവളോട് ശാന്തമായി പറഞ്ഞു.
നിങ്ങൾ പൊക്കോ, ഞാനിങ്ങോട്ട് വരുന്നില്ല. ഞാനിവിടെ തളർച്ചയാർന്ന ശബ്ദത്തിൽ അവളോട് പറഞ്ഞു. അവൻ അവളെ നിർത്തി നിലത്തിടുന്ന ഫയലൊക്കെ എടുത്ത് അവളുടെ കൈകൾ പിടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവളെ ബൈക്കിൽ കയറ്റി. അവന്റെ ബൈക്ക് ആ വീടിന്റെ മുറ്റം കടന്നു പോയി. അവരെ നോക്കി കാർക്കീച്ച് തുപ്പി. ജനൽ വഴി നോക്കിയിരുന്ന ആ 15 വയസ്സുകാരി പെൺകുട്ടിയിൽ സന്തോഷമായിരുന്നു. കുഞ്ഞേച്ചി രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത്. അമ്പലത്തിന്റെ വഴിയിൽ നിന്ന് ഇടത്തേക്ക് തിരുന്ന വഴിയിലൂടെ വണ്ടി സഞ്ചരിച്ചു. വഴിയിലെ ഓരോ വീടിന്റെ മതിൽ നിന്നും ഓരോ തലകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു വീടിന് മുമ്പിൽ വണ്ടി വന്ന് നിന്നു. ആളോ വണ്ടിയിൽ നിന്ന് ഇറക്കി. അവനും ഇറങ്ങി. ചപ്പും ചാവറും നിറഞ്ഞ മുറ്റം. കരിയിലകൾ കിടക്കുന്നുണ്ടാലും മനസ്സിലാവും നാളുകളായി മുറ്റം ചൂല് കണ്ടിട്ടില്ലെന്ന്. ഉമ്മറത്തേക്ക് കയറി അവളെ ഇറയത്തിരുത്തി. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആ കുഞ്ഞു വീട്ടിൽ വെട്ടമിട്ടു. അവളെ അകത്തേക്ക് കൊണ്ടുവന്നു. പൊടിയും ചിലന്തി വലയുമായി വീടിനുള്ളിലേക്ക് കയറി ഉടനെ അവൾ ചുമച്ചു. അവനവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ചുണ്ടിൽ നിന്നുള്ള ചോര അവന്റെ ഷർട്ടിൽ പടർന്നു. അവളൊരു കുഞ്ഞു മുറിയിലെ കട്ടിൽ കിടത്തി. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം. അത്രയും പറഞ്ഞ് ഞാൻ മുറിയുടെ വാതിൽ പൂട്ടി. വീടും പൂട്ടി ഇറങ്ങി. അവന്റെ വണ്ടിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ നിന്ന് അകന്നുപോയി. ഒടുക്കം ഒരു നേർത്ത മൂളക്കം പോലെ തീർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.